ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ജോൺ എബ്രഹാമിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്റെ ബോഡിയിൽ ഒബ്സേസ്ഡ് ആണ് എന്നുള്ളതാണ്. ജോൺ, താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ താങ്കൾ വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ആ കാര്യം ഞങ്ങൾ അറിഞ്ഞത്. കാരണം ഇതുവരെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് ജോൺ എബ്രഹാം ഒരു ഹോട്ട് സ്റ്റാർ ആണ്, അതുപോലെ തന്നെ ഫിറ്റായ വ്യക്തിയാണ്. പിന്നെ ചിലർ പറയാറുണ്ട് ജോൺ എബ്രഹാം എന്ന് വെച്ചാൽ നമുക്ക് കണ്ട് രസിക്കാൻ പറ്റിയ വ്യക്തിയാണെന്ന്. അത് കാര്യം എന്താന്ന് വെച്ചാൽ ദോസ്താനയില് പക്ഷേ ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ഒരു കാര്യമുണ്ട്. ഞാൻ ബോഡിയിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കും. എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ സിനിമ ഇസ് എ വിഷ്വൽ മീഡിയം. ഒരു പക്ഷേ നിങ്ങളുടെ ബോഡി നല്ലതാണെങ്കിൽ ഫിറ്റ് ആണെങ്കിൽ അതിൽ തെറ്റായ കാര്യം ഒന്നും തന്നെ ഇല്ല. ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് യു ടു ബി ഫിറ്റ്. ഒരു പക്ഷേ പിന്നെ എൻ്റെ ഓഡിയൻസിന് അവർക്ക് കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ളൊരു ഇത് മോട്ടിവേഷൻ കിട്ടിയാൽ, അതായത് യു ക്യാൻ വർക്ക് ഔട്ട്, യു ക്യാൻ ബി ഫിറ്റ്, പിന്നെ അതിൽ ഒരു തെറ്റും തന്നെ കാണത്തില്ല. താങ്കളെ കണ്ടാൽ ജനങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ലഭിക്കും. പക്ഷേ താങ്കളുടെ ഇൻസ്പിറേഷൻ ആരാണ്? നമ്മുടെ നാട്ടിൽ യങ്സ്റ്റേഴ്സ് ബോയ്സ് 90% ജിമ്മിൽ പോകാൻ കാരണം സൽമാൻ ഖാനാണ്. അദ്ദേഹമാണ് ഇൻസ്പിറേഷൻ എല്ലാവർക്കും തന്നെ. എന്നെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ സിൽവസ്റ്റർ സ്റ്റാലൻ. കാരണം ആ സമയത്ത് ഞാൻ റോക്കി കണ്ട സമയത്ത് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ഗ്രേറ്റ് ബോഡിയുണ്ട്, എനിക്കും അങ്ങനെ കൊണ്ടുവരണമെന്നായിരുന്നു. അദ്ദേഹത്തിന് വലിയ ബോഡിയാണ്. ഞാനും അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് എൻ്റെ ബോഡി അങ്ങനെ ആക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു പ്രോട്ടോടൈപ്പ് കിട്ടിയിട്ടില്ല. അങ്ങനെ ആ സമയത്ത് ആരും ഡ്രസ്സ് ചെയ്തിട്ടില്ല. ജീൻസ്, ടീഷർട്ട്, യുനോ ആ സമയത്ത് ഒരു പ്രോപ്പർ ഡ്രസ്സില്ല സ്റ്റൈലായിട്ടുള്ളതൊക്കെ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, എപ്പോഴും ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ അപ്പം ഞാനൊരു റോൾ മോഡൽ ആവുകയാണെങ്കിൽ ദെൻ ഇറ്റ് ഷുഡ് ബി ടെല്ലിങ് യു ദ പീപ്പിൾ ദാറ്റ് ഹാവ് ദ ഗുഡ് ബോഡി, യു ഹാവ് ദ റൈറ്റ് ഹാബിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ബോഡി എങ്ങനെ വേണമെങ്കിലും ബിൽഡ് ചെയ്യാം, പക്ഷേ അതിൻ്റെ വേ ആണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻറ്റ്. ദർ ഇസ് നോ ഷോർട്ട് കട്ട്. ഞാൻ സിഗരറ്റ് വലിക്കത്തില്ല ആൻഡ് നോ ഡ്രിങ്ക്സ്. ഐ തിങ്ക് ദീസ് ആർ ഓൾ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഇത് മോറൽ റിലീജിയസോ അല്ലാണ്ട് വേറെ എത്തിക്കൽ വഴിയല്ല. ഇതാണ് റൈറ്റ് വേ ടു ഇൻ ദ ലൈഫ്. അത്രയും. പക്ഷേ ബോഡി ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സിഗരറ്റ്, ആൽക്കഹോൾ ഇതിൽ നിന്നൊക്കെ കുറച്ച് മാറി നിൽക്കേണ്ടി വരും. ഡയറ്റ് വേണം, ഡിസിപ്ലിൻ വേണം. വെരി ഡിസിപ്ലിൻ. വളരെ ബോറിംഗ് ആയിരിക്കും ലൈഫ്. ബോഡി കാണിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് ദോസ്താനെ ചെയ്തേ പറ്റും. ഇറ്റ്സ് ലൈക്ക് ആക്ച്വലി ഓഡിയൻസിന് ഞാൻ ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആക്ച്വലി ഐ എം വെരി ഷൈ. ഞാൻ ഒരുപാട് നാണിക്കും. ഞാൻ ദോസ്താനയിലെ ഒരു ആ മൂവിലൊരു ഷോട്ട് ഉണ്ടായിരുന്നു. ആദ്യം നമുക്ക് ആ ഷൈയെ പറ്റി സംസാരിക്കാം. താങ്കൾ വലിയ ഷൈ ആണ്. അതെ, ഞാൻ വളരെ ഷൈ ആണ്. ഞങ്ങൾ സൽമാൻ ഖാൻ ഷർട്ട് അഴിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ താങ്കൾ പാൻറ് വരെ അഴിച്ചല്ലോ. ഞാൻ എൻ്റെ ബോഡിയിൽ വളരെ കംഫർട്ടബിൾ ആണ്, ബട്ട് ആൾസോ ഐ എം ഷൈ. ഞാൻ ജനറലി ജനങ്ങൾ എന്നോട് ഷർട്ട് അഴിക്കാൻ പറഞ്ഞാൽ ഐ വോണ്ട്, ബിക്കോസ് ഐ എം വെരി ഷൈ. നാണമായിരിക്കും എനിക്കത്. പിന്നെ അറിയില്ല. പക്ഷേ ദോസ്താന സിനിമയിൽ താങ്കൾ ഒരു മഞ്ഞ അണ്ടർവെയറിലാണ് ചുറ്റുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തെന്ന് വെച്ചാൽ വെൻ ദ ക്ലോത്ത്സ് യൂസ് ടു കം, അഭിഷേകിനും എനിക്കും, പിന്നെ അഭിഷേകിന് ഒരു വാർഡ്രോബ് ഫുള്ളി വരും, ഷർട്ട്സ്, തിങ്സ്. തന്നെ എനിക്കൊരു ഹാങ്കറിൽ ഒരു ചെറിയ സാധനം, യെല്ലോ വൺ, വൈറ്റ് വൺ, റെഡ് വൺ. പിന്നെ ഒരു സമയത്തിന് ശേഷം ഞാൻ എപ്പോഴും ചോദിക്കും അവരടുത്ത്, എനിക്ക് എന്തെങ്കിലും ഒന്ന് തുണി ഉടുക്കാൻ തായോ എന്നും പറഞ്ഞ്, പ്ലീസ്. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ തന്നെ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ വാട്ടർ അറ്റ് ദ പോയിന്റ് ഓഫ് ദ ടൈം ജനങ്ങൾക്ക് കരൺ ജോഹർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഹി സെഡ് ദാറ്റ് ഐ വിൽ സെൽ ദ ഫിലിം ഫോർ ദിസ് ഷോട്ട്. ഓൺ ദിസ് ഷോട്ട് ഹി ഈസ് വാക്കിംഗ് ഔട്ട് ഓഫ് ഫ്രം ദ വാട്ടർ. ആൻഡ് ഞാൻ പറഞ്ഞു, എന്താ ഉള്ളത് ഇതിലെത്ര? ആൻഡ് ഹി സെഡ് ഇതിൽ വലിയ കാര്യമുണ്ടെന്ന്. അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാം ഫിലിമിലും. പിന്നെ ന്യൂയോർക്ക്, പറയൂ. അതിൽ താങ്കൾ ഡ്രസ്സേ ഇല്ലാതെ ന്യൂഡായിട്ടൊരു സീൻ ഉണ്ടായിരുന്നു. സർ, ദാറ്റ് ഈസ് എ ടോർച്ചർ സീൻ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ കബീറിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, how to do a torture scene? How was the prisoners tortured എന്ന്. അതിന് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അവരാദ്യം അവരുടെ തുണി അഴിച്ചേക്കും, പിന്നെ അവരെ എടുത്തുകൊണ്ട് പോയി ഐസ് ബ്ലോക്കിൽ ഇരുത്തും, അതിനുശേഷം വാട്ടർ ബോർഡിംഗ് എന്നൊക്കെ പറയുന്നത്. So we went to the entire process of going through the tortures. So I went through every step of that. So അത് വളരെ ആവശ്യമാണ്. പിന്നെ ന്യൂയോർക്കിൽ നോക്കുകയാണെങ്കിൽ ആദിത്യ ചോപ്ര എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ജോൺ, നിങ്ങളെ ദോസ്താനയിൽ ജനങ്ങൾ ബോഡിക്ക് വേണ്ടിയാ കണ്ടതെന്ന് വെച്ചാൽ ന്യൂയോർക്കിൽ പെർഫോമൻസിന് വേണ്ടി അവർ കാണും. പക്ഷേ ന്യൂയോർക്ക് എനിക്ക് ബിഗ്ഗസ്റ്റ് കമേഴ്ഷ്യൽ ഹിറ്റ് ദെൻ ദോസ്താന. ഇത് ഒരുപാട് പേർക്ക് ഈ കാര്യം തന്നെ അറിയില്ല. ന്യൂയോർക്ക് ഇസ് ഫാർ ബിഗർ ദെൻ കമേഴ്ഷ്യലി. ന്യൂയോർക്ക് സിനിമയിലെ ഒരു ഫോട്ടോ കാരണം കേസും വന്നിരുന്നു. ഡൽഹി കോടതിയിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു ഫോട്ടോ പേപ്പറിൽ വന്നിരുന്നു, ഇതുപോലെയുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നവരെ തീർച്ചയായും ജയിലിലേക്കാണ് അയക്കേണ്ടതെന്ന്.
പക്ഷേ എന്താണ് കാരണം താങ്കൾ ആ സിനിമയിൽ ഡ്രസ്സൊന്നും ഇല്ലാതെയാണ് കാണുന്നത്? ഒരുപാട് ചൂടായി. ഐ തിങ്ക് ഒരു ഇമേജ് ക്രിയേറ്റ് ആവുന്നതാണ്. യുനോ ഹിസ് ബോഡി എങ്ങനെയൊക്കെ എന്നുവെച്ചാൽ ഐ ഡോണ്ട് വോണ്ട് ടു അപ്പോളജറ്റിക് അബൌട്ട് ദ ബോഡി. ഞാൻ അപ്പോളജറ്റിക് അല്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണ്? അതാ ഇതാന്നും പറഞ്ഞ് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന അളവിന് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ. എന്നെക്കൊണ്ട് പറ്റുന്ന അളവിന് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ജനങ്ങളെയും എന്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. പിന്നെ ജുട്ടായി സൈ സിനിമയിൽ ഞാൻ ഷവറിൽ നിന്ന് ഡയറക്റ്റായിട്ട് പുറത്തു വരും. അപ്പോൾ അബ്ബാസ് ടയർവാല അങ്ങനെ സ്റ്റണ്ണായിപ്പോയി. ഇതാ നോക്കിയ മസിൽസ് കാണാൻ പാടില്ല ജോൺ. അവിടെ ഫുള്ള് സോപ്പിന്റെ പത എടുത്തിട്ട് അദ്ദേഹം ഫുള്ളി കവർ ചെയ്ത് വരുന്നു എല്ലായിടവും. മസിലൊക്കെ കാണാൻ പാടില്ലെന്ന് ഇവിടെയൊക്കെ ഇതാ ഇങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇത് അവിടെയും കുറച്ച് കാണാം, അതും കുറച്ച് കവർ ചെയ്യും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. സോ ഞങ്ങൾ ഫുള്ളി കവർ ചെയ്തു. ഇത് കോൺസെൻട്രേഷൻ ഒന്നേ ഉള്ളൂ, എനിക്ക് നല്ലൊരു സിനിമ ചെയ്യണം. ഞാനത് അംഗീകരിക്കുകയാണ്. ഗുഡ് ഫിലിമാണ്. ഡയറക്ടറിന്റെ ഡിമാൻഡൊക്കെ കാണും. താങ്കൾക്ക് അങ്ങനെ ഒരു റോൾ കൊടുക്കുകയാണ്, അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ആയി. പക്ഷെ താങ്കളെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിലെ ചില ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. ഇത് ദോസ്താനയുടെ ഫോട്ടോഷൂട്ടാണ്. പിന്നെ ഈ ഫോട്ടോ ഇതാരുടെ ഫോട്ടോയാ? അല്ല ഞാൻ ജോൺ എബ്രഹാം ആണ്. അല്ലല്ല, അത് അഭിഷേക് ബച്ചൻ അല്ലേ ഇങ്ങോട്ട് കാണിച്ച? ഓ, ഇത് ഞാനാണല്ലേ ശരിക്കും? എപ്പോഴും, അതായത് ഓരോ ദിവസവും മാഗസീനിൽ താങ്കളുടെ ഫോട്ടോ കാണുമ്പോൾ അതിൽ താങ്കളുടെ തുണി കുറച്ച് കുറഞ്ഞുകൊണ്ട് പോവുകയാണല്ലോ. ഞാൻ ലൈഫിൽ എല്ലാം ചെയ്തിട്ടുണ്ട് രജിത് സാർ. ഒരു മോഡലിംഗ് ലോകത്ത് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഫിലിംസിൽ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഒരു ലിമിറ്റ് വരെ ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഐ തിങ്ക് ദോസ്താൻ ഇസ് എ ലിമിറ്റ് ഫോർ മീ. ഇതിനേക്കാൾ കൂടുതൽ ഇറ്റ് വിൽ ബി മോർ കൈൻഡ് ഓഫ് ഫിലിംസ് നൗ. ലഹങ്ക ധരിച്ചും വർക്ക് ചെയ്ത്. അതെ. അതൊരു ഫീമെയിൽ മോഡലിന് വേണ്ടി വന്നതാണ്. പക്ഷെ അവരെനിക്കത് ഇട്ട് തന്നു അങ്ങോട്ട്. ഞാൻ ആ ലെഹങ്ക ഇട്ട് വാക്ക് ചെയ്തു ഫ്രണ്ടിലോട്ട്. അപ്പോൾ ഓഡിയൻസ്, എതിരിലുള്ള ജനങ്ങളെല്ലാവരും ഇതാ ഇവിടെ ഇരിക്കുന്ന പോലെ എല്ലാവരും അവരെന്നെ കണ്ട് അവരെനിക്ക് ക്ലാപ്പ് ചെയ്തു. അപ്പോൾ അവർ ആക്ച്വലി എനിക്ക് ഭയങ്കര ഷോക്ക് എക്സ്പ്രഷൻ തന്നിട്ട് അവരങ്ങനെ ഫ്രീസായി പോയ പോലെ ആയിരുന്നേ. അവർക്ക് ഇവനെന്താ വട്ടാണോ, ഇവൻ എന്തേ കാണിച്ചുകൊണ്ടിരിക്കുന്ന റാമ്പില്? ഇപ്പം ഞാനൊരു ന്യൂസ് വായിച്ചു. ജോൺ എബ്രഹാം തന്റെ ബട്ട് ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നു എന്ന്. അതും 10 കോടി രൂപയ്ക്ക്. ഡെഫിനറ്റ്ലി ഇൻഷുറൻസിന്റെ ഫില്ലേഴ്സ് വന്നിരുന്നു അവിടെ. അവര് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞിരുന്നു ഇതുപോലത്തെ ബോഡി പാർട്സ് ഇൻഷുറൻസ് ഒന്നും എൻ്റെ അടുത്ത് ഇല്ലെന്നും പറഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റും. നമുക്കിവിടെ വന്നിരിക്കുന്ന ആൾക്കാരോട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ഫീൽ എന്താണെന്ന് ചോദിക്കാം. ആർക്കെങ്കിലും ചോദിക്കണോ? അഭിഷേക് ബച്ചനെ കിസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് സാർ ഫീൽ ആയത്? അത് പിന്നെ അദ്ദേഹത്തിന് കുറച്ച് പോക്കിയാണ്. അദ്ദേഹത്തിന് എനിക്കും താടി കുറച്ച് കൂടുതൽ തന്നെയാണ് ആക്ച്വലി. പക്ഷെ റിയൽ ലൈഫിൽ ഞങ്ങൾ കിസ് ചെയ്തിട്ടില്ല. ഞാനതിവിടെ പറയുവാണ് കേട്ടോ. താങ്കൾ പറഞ്ഞു വരുന്നത് അങ്ങനെ കാണിച്ചിരിക്കുകയാണ്, പക്ഷെ യഥാർത്ഥത്തിൽ കിസ് ചെയ്തില്ലെന്ന്. അത് ശരിക്കുള്ള കിസ് അല്ല, വെറും കോമഡിക്ക് വേണ്ടിയാ. ഇറ്റ്സ് നോട്ട് എ റിയൽ കിസ്. അതാണ് സത്യം. അതിന് ഒരുപാട് ഗട്സ് വേണം അങ്ങനത്തെ സബ്ജക്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ താങ്കളെ ഗേ ഐക്കോൺ എന്നാണ് പൊതുവെ പറയാറുള്ളത്. അത് നോക്കൂ, എന്നെ സംബന്ധിച്ച് അതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഞാനതൊന്നും തെറ്റ് പറയത്തില്ല ഒരിക്കലും. അതായത് ഒരു ഗേ സൊസൈറ്റി ഉണ്ടെങ്കിൽ അവരത് ലൈക്ക് ചെയ്യുവാണെങ്കിൽ അതിലൊരു വിധത്തിലും തെറ്റില്ല. നമ്മൾ അവരെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു നല്ല പോലെ, അത്ര തന്നെ. സോ അതിലൊരു തെറ്റ് ഞാൻ അറിഞ്ഞത് സാധാരണ താങ്കൾ പുറത്തു പോകുന്ന സമയത്ത് പെൺകുട്ടികളും ഇങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന്. സത്യമാണോ? അതെ, ഇതുപോലെ എപ്പോഴും സംഭവിക്കും. പക്ഷെ ഇന്നത്തെ ഗേൾസ് ഒക്കെ വളരെ ബോൾഡാണ്. ആണുങ്ങളെക്കാൾ നല്ല ധൈര്യമുള്ള ആൾക്കാരായി പെൺകുട്ടികളൊക്കെ ഇന്ന്. അവരെന്നെ കെട്ടിപ്പിടിക്കാൻ വരുന്ന സമയത്ത് അവരുടെ കൈയൊക്കെ എൻ്റെ പതിയെ ടീഷർട്ടിൻ്റെ അകത്തൂടെയൊക്കെയാണ് കയറുന്നത്. ഒരു 5 പെൺകൊച്ചുങ്ങളുടെ കൈ എൻ്റെ ടീഷർട്ടിനകത്തോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും, ലെഫ്റ്റിലും റൈറ്റിലും. ഒരുപക്ഷെ ഞാനിങ്ങനെ അനങ്ങുവാണെങ്കിൽ ദേ വിൽ ബി ഗെറ്റ് സ്ക്രാച്ച്ഡ്. സോ ഞാൻ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കും. നിങ്ങൾ എന്തുവേണേലും ചെയ്തോന്നും പറഞ്ഞ്. സോ നിങ്ങൾ എന്തും ഫീൽ ചെയ്തു, പക്ഷേ ഞാൻ ഇങ്ങനെ തന്നെ, എനിക്ക് ഒരു വികാരമില്ല. പക്ഷേ എന്നെ സ്ക്രാച്ച് ചെയ്തേക്കില്ല കേട്ടോ. സോ അതൊക്കെ വളരെ രസമായിരിക്കും. അതൊക്കെ അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. എങ്ങനെ താങ്കൾക്ക് ഇതൊക്കെ വളരെ സ്വീറ്റ് ആണോ? സ്വീറ്റ് എന്ന് വെച്ചാൽ അങ്ങനെ അവരുടെ ഫീലിങ്സ് ഒക്കെ വളരെ സ്വീറ്റ് ആണെന്നാണ് ഞാൻ. കൈ അകത്ത് പോവാണെങ്കിൽ റീസെൻ്റ്ലി ഒരു കാര്യം വന്നിരുന്നല്ലോ, മറ്റേ ബട്ടൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എയർ ഹോസ്റ്റേഴ്സും പിന്നെ മറ്റുള്ളവരും ഫോട്ടോസ് ചോദിച്ചാൽ ഐ ഗോ ഇൻ ദ ആലി. ഞാൻ പോയി ഫോട്ടോ എടുക്കും ആലിയിലൊക്കെ പോയി. ഞാൻ ആര് ചോദിച്ചാലും ഇല്ലെന്നൊന്നും പറയത്തില്ല. ഞാൻ പബ്ലിക്കിൽ ആര് ചോദിച്ചാലും എടുക്കും, ഇല്ലെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇതിനു മുമ്പ് കൈ അവരിവിടെ ഇടുമായിരുന്നു, ഇപ്പോൾ ഇതാ ഇങ്ങോട്ടാ, ഇതാ ഇങ്ങനെ. പിന്നെ ഇതൊക്കെ കുറച്ച് സ്ട്രേഞ്ച് ആണ്. അതെ, സ്ട്രേഞ്ച്.
പക്ഷേ ഇത് സത്യമാണോ താങ്കൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ ഉറങ്ങുമെന്നുള്ളത്? അതെ സത്യം, വാ തുറന്ന് എന്താ ഇങ്ങനെ. പിന്നെ ഞാൻ എണിച്ചതിന് ശേഷം എനിക്ക് ക്രൂ മെമ്പേഴ്സൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ അവർ ചിരിച്ചുകൊണ്ടിരിക്കും അവിടെ നിന്ന്. കാരണം എനിക്ക് മൂക്കിൽ ഫുള്ള് ബ്ലോക്കേജസ് ഉണ്ട്. 90% ബ്ലോക്കാണ് ഈ രണ്ട് സൈഡ്സിലും. സോ വാ കൊണ്ടാണ് ശ്വാസം വിടുന്നത് ഇങ്ങനെ. കാണാൻ വളരെ ഫണി ആയിരിക്കും, ഡെഡ് ബോഡി. ആരുടെ കൂടെങ്കിലും സിനിമ കാണാൻ പോകുമ്പോഴും ഇതുപോലെ അവിടെ പോയി ഉറങ്ങാറുണ്ടോ? ഞാൻ എപ്പോഴും ഫിലിം കാണാൻ പോകുമ്പോൾ 90% ടൈമും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇതാ ഇങ്ങനെ ഇരിക്കും. പിന്നെ എനിക്ക് ഫുഡ് വേണം. സോ പോപ്കോൺ, കോൺ ഇതൊക്കെ ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഫിലിം സ്റ്റാർട്ടായതിനു ശേഷം ഞാനിങ്ങനെ ഉറങ്ങിയിട്ട് പിന്നെ ഞാൻ ക്ലൈമാക്സ് എന്ത് പറ്റി, എന്താ സംഭവിച്ചത്? അപ്പോൾ ഫ്രണ്ട്സ് പുറത്ത് വരുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും എങ്ങനെ എടാ സിനിമ ഇഷ്ടപ്പെട്ടത്? ഞാൻ സൂപ്പർ ഹിറ്റ്, അടിപൊളി മൂവി, ഔട്ട്സ്റ്റാൻഡിങ്. അവരുടെ അടുത്ത് ഞാൻ നോണേ പറയുള്ളൂ. സർ, ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയാമോ? അതായത് ഒരു മനുഷ്യൻ ഒരിക്കലും തൻ്റെ ആദ്യ പ്രണയം മറക്കുകയില്ല എന്നത്. ഇപ്പോഴും ബിഭാസ ബാസു നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടോ സർ? നിങ്ങളവരെ ഓർക്കാറുണ്ടോ? സർ, സർ പ്ലീസ് സർ, സത്യം പറയണം സർ. സർ കള്ളം പറയരുത്. തീർച്ചയായിട്ടും ബിപാഷ എന്നെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലാണ്. കാരണം റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ ലൈഫിൽ, പക്ഷേ ബിപാഷ ലൈഫിൽ എനിക്ക് എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്തത് ഇൻഡസ്ട്രിയിൽ, പിന്നെ അവരെനിക്കൊരു സോളിഡ് ഫിഗറായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട്. സോ ബിപാഷയുടെ മേത്ത് എനിക്ക് ഒരുപാട് ലവ് ഉണ്ട്. അതിനേക്കാൾ റെസ്പെക്റ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ബിപാഷ വളരെ റെസ്പെക്ട്ഫുൾ വുമനാണ്. പിന്നെ അവരുടെ ഡിഗ്നിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്ത് വരുവാണ്. പിന്നെ ഞാൻ അവരെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു. കാരണം അവരും മിഡിൽ ക്ലാസ്സിൽ നിന്നും എന്നെ പോലെ കഷ്ടപ്പെട്ട് വന്നതാണ് അവരും. പിന്നെ അത് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടല്ലോ, വളരെ നന്നായിട്ട്. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചതും. ഒരു പെണ്ണിനെ റെസ്പെക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലവ് ടെമ്പററി ആണ്, ലവ് വരും പോവും. പക്ഷേ റെസ്പെക്ട് ഈക്വലി കൊടുത്തേ പറ്റൂ. ഐ ഓൾവേസ് റെസ്പെക്ട് ബിപാഷ ബിക്കോസ് ഷീ ഈസ് സൂപ്പർ.